ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനകത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കിപ്പോൾ പിറന്നാൾ കഴിഞ്ഞപ്പോൾ ജലദോഷവും ഒക്കെ കഫക്കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ പോയിട്ടോ. അബൂബക്കർ ഡോക്ടർ പട്ടാമ്പിയുള്ള അബൂബക്കർ ഡോക്ടറെയാണ് അവളെ സ്ഥിരമായിട്ട് കാണിക്കാറ്. പിന്നെ പെട്ടെന്ന് ഒരു പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ചെറുതുരുത്തിയൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കിപ്പോൾ റിലേറ്റീവ്സിൻ്റെ ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇവിടേക്ക് തന്നെ വരാൻ വിചാരിച്ചു കേട്ടോ. എന്നിട്ട് അങ്ങനെ അവിടെ കാണിച്ചു. അപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ്റെ മകൻ ഗൾഫിൽ പോവാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ അങ്ങനെ പോവല്ലേ, അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊന്ന് കാണാമെന്നുള്ളൊരു രീതിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം പോയിട്ടുണ്ട്. സൂര്യക്ക് പിന്നെ ടൂർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഊട്ടിയിലേക്കാണ് അവൾ. അത് തന്നെ അങ്ങോട്ട് പോയി. അച്ഛന് പനിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാരണം പിന്നെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. വന്ന ഉടനെ ഉണ്ണിക്ക് എന്താ പറയുക, നിലുവിനും ഇവൾക്കും കിൻഡർ ജോയ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ കളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, പിറന്നാളിന് നിലു അങ്ങോട്ട് വന്നിട്ട് അവളൊരു സാധനം കൊടുക്കണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നോക്കിയാൽ തന്നെ അറിയാം, അവളുടെ സാധനങ്ങളൊക്കെ അവളെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുക കേട്ടോ. എല്ലാവരും ഇരുന്നിട്ട് കുട്ടികളൊക്കെ ആദ്യം ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുത്തിയതാട്ടോ. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അകത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ പാക്കിങ് ഉണ്ടായിരുന്നു ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാനതൊക്കെ ചെയ്യായിരുന്നു. അപ്പോൾ അവൾ ഒറ്റയ്ക്കായിട്ടോ കഴിച്ചത്. പിന്നെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞാനും എടുത്ത് പുറത്ത് പോയിട്ട് കുറച്ച് കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഏട്ടനും മഞ്ജു ചേച്ചി എല്ലാവരും ഇരുന്ന് പാക്ക് ചെയ്യാണ്. അങ്ങനെ രാത്രി പിന്നെ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് വർത്തമാനം പറയലൊക്കെ ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ എയർപോർട്ടിലേക്ക് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം പെട്ടിയ സാധനങ്ങളൊക്കെ ഓട്ടോയിൽ കയറ്റിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇരിക്കുക കേട്ടോ ഉണ്ണികൾ. അങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം അത് മറന്നു, സത്യം പറഞ്ഞാൽ വണ്ടിയൊക്കെ വന്നിട്ട് കയറിയിട്ട് എൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നു. ബാക്കിയുള്ളവർക്ക് അപ്പുറത്തിരിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ കൈയ്യടിക്ക് വന്നപ്പോഴേക്കും ഇവിടെ ഒറ്റയ്ക്ക് ഒരു സീറ്റിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പം അച്ചും കണ്ണനൊക്കെ കിച്ചൊക്കെ ഉണ്ടായിരുന്നു. അല്ല, കണ്ണൻ, സോറി, പേര് മാറും കേട്ടോ. അങ്ങനെ അവർ കൂടെ ഇരുന്ന് കഴിച്ചു കേട്ടോ. പിന്നെ അവൾ ആദ്യം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിച്ചു, പിന്നെ ഞാൻ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഉണ്ണികളിങ്ങനെ കളിക്കുക കേട്ടോ അവിടെ എത്തിയിട്ട്. അപ്പോൾ ഇതാട്ടോ ആളിന് മനസ്സിലായില്ലേ, മനീഷ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടാക്കാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത്. ഉണ്ണീനെ അതെല്ലാവരും എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ചെരുപ്പൊക്കെ വേഗം ഊരി കളഞ്ഞു കേട്ടോ. എവിടെയെങ്കിലും ഇപ്പോൾ ചെരുപ്പ് ഇടുക പറഞ്ഞാൽ ഭയങ്കര മടിയാണ്. നിലു ബേബിക്കാണെങ്കിൽ ചെരുപ്പിടാൻ ഭയങ്കര, അവൾ ചെരുപ്പൊന്നും ഇട്ട് കൊടുത്താൽ പിന്നെ അങ്ങനെ ഊരിയിടുന്ന കൂട്ടത്തിൽ നല്ല പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെരുപ്പ് ഇടേണ്ട കൂട്ടത്തില്ല. ഇവള് ചെരുപ്പിടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പറയുമ്പോൾ 2-3 ജോഡി ചെരുപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാനത് എപ്പോഴും ബാഗിലിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. കാരണം എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ അവൾ പറയും ചെരുപ്പ് ഊരി ഇട്ട് ബാഗിൽ വെക്കാൻ പറയും. അങ്ങനെ കേട്ടോ. അപ്പോൾ അത് ഊരി കൊടുത്തിട്ട് ചെരുപ്പൊന്നുമില്ലാതെ ഇങ്ങനെ ഓടി കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ എയർപോർട്ടിൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണ്. അപ്പോൾ 2 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ 11 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ എത്തി. കറക്റ്റ് 11 മണിയുടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മുമ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഉണ്ണിയോളിങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ണിക്ക് കുറച്ചൊക്കെ നന്നായിട്ട് ഓടാൻ പറ്റില്ല. പക്ഷേ നിലു ബേബി അത്രയ്ക്ക് ആയിട്ടില്ലല്ലോ. അത് കാരണം തന്നെ അവൾ നിലുവിനെ പോയിട്ട് വീഴ്ത്തിയിടാനൊക്കെ നോക്കും. വീഴ്ത്തിയിടാൻ മനഃപൂർവ്വമല്ല, എന്താ പറയുക, പിടിച്ച് വലിക്കുമ്പോൾ വീഴണ ഒരു സിറ്റുവേഷൻ കേട്ടോ. അതുകൊണ്ട് ഞാനും ഒപ്പം പിന്നാലെ നടന്ന് പിടിക്കുകയായിരുന്നു. കാരണം അവൾ നിലുവിനൊപ്പം നടക്കാൻ വേണ്ടിയിട്ടാണ് പിടിക്കണത്. പക്ഷേ ഇവൾക്കത് അറിയില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഇതാ പോകേണ്ട ടൈം ആയിട്ടോ. അപ്പോൾ അവൻ എല്ലാവരോടും യാത്ര പറയാണ്. അപ്പോൾ ഉണ്ണി ഇത് അവസാനം വീണ്ടും ഉമ്മ കൊടുക്കാൻ നോക്കുമ്പോൾ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മായി കാണിച്ചു കൊടുത്തതാണ്. അങ്ങനെ വീണ്ടും അവൾക്ക് ഉമ്മയ്ക്ക് കൊടുത്തിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ അങ്ങനെ കറക്റ്റായിട്ട് തലേന്ന് കാണില്ല കേട്ടോ. ഞാനിത് ഷോർട്സ് എടുത്തതാണ്. അവനിങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്സ് എടുക്കണ പോലെ എടുത്തതാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലോങ് വീഡിയോ ആക്കുമ്പോൾ അത് വലുതാക്കിയപ്പോഴാണ് പകുതി തലൊന്നും കാണാത്ത പോലെയൊക്കെ വീഡിയോ ആയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു കേട്ടോ. എന്താ പറയുക, 2 മണിക്കല്ലേ, നമുക്ക് അവരെ കാണാൻ പറ്റില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറേ താഴത്ത് നിന്നിട്ട് നമ്മൾ പോയിട്ട് അവൻ മേലെ ഇരിക്കുമ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ
1 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ അവിടെ ഇരുന്ന് 11 മണിയായപ്പോഴേക്കെ തന്നെ ഉള്ളിലേക്ക് കയറി. നമ്മൾ എന്നാലും കുറച്ച് സമയം ഇങ്ങനെ അവിടെ ഇരുന്നു കേട്ടോ. പുണ്യോളിങ്ങനെ ഓടി കളിക്കുക തന്നെയാണ്, പറഞ്ഞ പോലെ നിലുവിൻ്റെ കൂടെ ഓടി കളിക്കുക തന്നെയാണ്. അയ്യോ എവിടെ എവിടെ ആ കൈ അടിക്കല്ലേ വാവേ. ഉണ്ണിയ വീണോ സാറിന്റെ അവിടെ അടിക്കിച്ച എന്താ സാറില്ല. ഞാൻ പോയി കഴിച്ചോളൂ, പാപ്പ കഴിച്ചോളൂ. നാനും ഒരു ഉമ്മ കൊടുത്താൽ മാറും ചിലപ്പോ. തുമ്പിയായി ഞാൻ പോണ്ട, പാപ്പ കഴിക്കും, വണ്ടി വരുന്നുണ്ട്. വീഴും. ഉണ്ണിയെ ചെരുപ്പിടണോ? അങ്ങനെ 1 മണിക്കായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിലാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസും ഒന്നും എടുത്തില്ല പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ വണ്ടിയുടെ കാണിച്ചതാട്ടോ. അപ്പോൾ ഈ വണ്ടിയിലാണ്. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇനി ഉണ്ണിക്ക് സീറ്റിലിരിക്കുക എന്നുള്ള വാശിയാട്ടോ. ഇപ്പോൾ ബസ്സിലായാലും എങ്ങനെയായാലും അവൾക്ക് സീറ്റിലിരിക്കണം. സീറ്റ് ഉണ്ടോ എന്നുള്ളതൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ തന്നെ കറക്റ്റ് സീറ്റിങ്ങിലാണ് പോണത്. അപ്പോൾ അവൾക്ക് ഇനി ഇരിക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ ലാസ്റ്റ് എണീപ്പിച്ച് നിർത്തിയത് കേട്ടോ. ഒന്ന് ചിരിക്കാൻ പറയുകയാണ്. അപ്പം ചിരിക്കാൻ പറയുമ്പോൾ ഒന്ന് ചിരിക്കുന്നില്ല, ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ നിൽക്കണത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഉണ്ണിക്ക് ഇങ്ങനെ വാശി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു തോണി ഉണ്ടാക്കിയിട്ട് ഏട്ടൻ അവിടെ ടിഷ്യൂ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ തോണി ഉണ്ടാക്കിയിട്ട് കളിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ കഴിച്ച് നമ്മൾ തലേ ദിവസം ബിരിയാണിയൊക്കെ കേട്ടോ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോയിൽ എടുത്തല്ലോ, കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് തന്നെ നമ്മൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ചോറാണ് കേട്ടോ വാങ്ങിയത്. അപ്പോൾ നല്ല എല്ലാ തരം കറികളും ഒക്കെ ആയിട്ട് ഉള്ളൊരു ഊണ് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഉണ്ണിക്ക് പിന്നെ ആദ്യം തന്നെ അതിൽ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് കഴിച്ചു. പിന്നെ 2 ഉള്ളൊക്കെ കഴിച്ചിട്ടുണ്ടാവും, അത്രേ കഴിച്ചുള്ളൂ കേട്ടോ. പിന്നെ ഇത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ആകെ ക്ഷീണിച്ചു കേട്ടോ എല്ലാവരും. അത് കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സൊക്കെ മാറ്റി ഉണ്ണിക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. കളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ അവിടുന്ന് കിട്ടുന്നതാണ്, അവിടെ കുണ്ടും കുഴിയാണ്. അങ്ങനെ ഞങ്ങൾ പോന്നു കേട്ടോ. പോന്നപ്പോൾ ആനേനെ കണ്ടു. അപ്പം ഞാനത് വീഡിയോ എടുത്ത് ഉണ്ണിക്ക് ഇങ്ങനെ ആനേനെ അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തതാട്ടോ. ഉണ്ണിക്ക് ആനേനെ കാണാൻ വേണ്ടി വീണ്ടും അവൾ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വണ്ടി പോകുന്നതിന് ശേഷം വിളക്കുണ്ടായിരുന്നു. അപ്പോൾ വിളക്കാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ നമ്മൾ പരാഗിൽ പോയി നമുക്കൊരു വർക്ക് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു വർക്ക് കിട്ടിയത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു, മലപ്പുറത്തേക്ക്. അപ്പോൾ അവരുടെ തന്നെ വേറെ അടുത്തുള്ളവരുടെ ഒരു വർക്ക് കേട്ടോ, അത് മലപ്പുറത്തേക്ക് തന്നെ. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പരാഗിൽ പോയിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഇത് കാണാൻ വേണ്ടി നിന്നു, ആന അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ, ഉണ്ണിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ആനേനൊക്കെ കണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോയി. അപ്പോൾ ഒരു മെറൂണ് കളറാട്ടോ അവർക്ക് വേണ്ടത്.
പക്ഷെ നമ്മൾ ഫോട്ടോ അയക്കുമ്പോൾ കളറൊന്നും ശരിയാവണേ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വന്നു കേട്ടോ അവർക്ക് കളറൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. നമ്മൾ ഫോണിലെടുക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കളറല്ല ഫോണിലെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് കൊടുക്കുമ്പോഴുള്ള പ്രശ്നം, കളറ് കൺവേ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് കളറിൻ്റെ ഷെയ്ഡ് എടുത്ത് അയച്ചെടുത്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തത്. പിന്നെ നമ്മൾ അതിനുള്ള മേലേക്കുള്ള സാറ്റിൻ എടുക്കാനാണ് കേട്ടോ 2-3 കടകൾ കയറേണ്ടി വന്നത് കളർ സെയിം കിട്ടാൻ. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയുടെ പിറന്നാളായിരുന്നു പിറ്റേ ദിവസം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതിനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ആ കടയിൽ നിന്ന് നമുക്ക് ബലൂണും മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.